നമ്മളിപ്പോൾ ഉള്ളത് ഉദകമണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉദകമണ്ഡലം എന്ന് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ വന്നല്ലേ. ഇത് ഊട്ടിയുടെ മറ്റൊരു പേരാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൈതൃക റെയിൽ പാതയായ നീലഗിരി മൗണ്ടെയ്ൻസ് റെയിൽവേ പാതയിലാണ് നിൽക്കുന്നത്. മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടി വരെയുള്ള 46 കിലോമീറ്റർ നമ്മുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മൗണ്ടെയ്ൻ റെയിൽവേയുടെ ഒരു ഭാഗമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പണിതു വെച്ചിട്ട് പോയ ഗംഭീരമായ സൃഷ്ടികളിൽ ഒന്നാണ് ഈ മലയോര തീവണ്ടിപ്പാത. 300 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്റർ സമുദ്രനിരപ്പിലേക്ക് തീവണ്ടി വലിച്ചു കയറ്റുന്ന റാക്ക് റെയിൽവേ സിസ്റ്റം ഉള്ള ഏക തീവണ്ടിപ്പാതയാണ് ഇന്ത്യയിൽ. ഏകദേശം കൂനൂർ, മേട്ടുപ്പാളയം ടു കൂനൂർ വരെ ആവി എഞ്ചിനിലാണ് ഈ തീവണ്ടി പോകുന്നത്. വെറും 10 കിലോമീറ്റർ പെർ അവറിലാണ് ഈ തീവണ്ടിക്ക് സഞ്ചരിക്കാനാവുന്നത്. കുത്തനെയുള്ള കയറ്റങ്ങളും വളവുകളും ഒരുപാട് പാലങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ ഒരു തീവണ്ടിപ്പാത ഇന്ത്യയിലെ ഏറ്റവും മനോഹരങ്ങളായ തീവണ്ടിപ്പാതയിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. ഏകദേശം 100-120 വർഷത്തോളം പാരമ്പര്യമുള്ള നമ്മുടെ ഇന്ത്യയിലെ ഒരു മനോഹരമായ തീവണ്ടിപ്പാതയാണിത്. ഇന്ത്യ കാണുമ്പോൾ അത്യാവശ്യമായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു തീവണ്ടി യാത്രയാണ് ഇത്. ഈ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിലേക്കായിട്ട് 2-3 മാസങ്ങളുടെ ബുക്കിംഗ് വരെ ചില സീസണുകളിൽ വരാറുണ്ട്. അത്രയും കാത്തിരിപ്പാണ് ഈ തീവണ്ടിയിൽ സഞ്ചരിക്കാൻ വേണ്ടി ഓരോരുത്തർ കാത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ യാത്ര ചെയ്യുന്നത് മുതലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഊട്ടിയിൽ നിന്ന് നമുക്ക് ട്രെയിനിൽ കൂണൂർ വരെ യാത്ര ചെയ്ത് യാത്ര അവസാനിപ്പിച്ച് വീണ്ടും ബസ്സിൽ ഊട്ടിയിലെത്തുന്ന പലരുമുണ്ട്. എന്നാൽ ഈ യാത്ര ഫുൾ 46 കിലോമീറ്ററും സഞ്ചരിച്ച് അത് പൂർത്തിയാക്കുന്നതാണ് ഏറ്റവും ഭംഗി. കൂണൂർ വരെ കാരണം ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. കൂണൂർ ടു മേട്ടുപ്പാളയമാണ് ശരിക്കും പറഞ്ഞാൽ പഴയ രീതിയിലുള്ള ആവി എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്ര. ഏകദേശം 8000 ലിറ്ററോളം വെള്ളമാണ് ഒരു സഞ്ചാരത്തിനായിട്ട് ആ ആവി എഞ്ചിൻ ഉപയോഗിക്കുന്നത്. ഊട്ടിയിൽ തന്നെ ഒരു മ്യൂസിയം ഇതിനായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ തീവണ്ടിയുടെ ചരിത്രവും അതിൻ്റെ ഭാഗങ്ങളും തീവണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മെക്കാനിക് സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു മ്യൂസിയമാണ് ഊട്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. പഴയ തീവണ്ടിയുടെ ചിത്രങ്ങളും അതിൻ്റെ അനുബന്ധ ഭാഗങ്ങളുമൊക്കെ കണ്ട് മനസ്സിലാക്കി വരാനായിട്ട് അതിലൂടെ സാധിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. മേട്ടുപ്പാളയത്തിൽ നിന്ന് രാവിലെ 7:10 എടുക്കുന്ന വണ്ടി ഊട്ടിയിലെത്തുമ്പോൾ 12 മണിയാവും. ഏകദേശം 4 മണിക്കൂറോളം യാത്രയുണ്ട്. കുത്തനെയുള്ള കയറ്റങ്ങളും ഏകദേശം 108 വളവുകളും ഒരുപാട് പാലങ്ങളും ഒക്കെയുള്ള പാതയായതുകൊണ്ടാണ് ഇത്ര പതുക്കെ പോകുന്നത്. മീറ്റർ ഗേജ് പാതയുടെ നടുവിലായി ഒരു പൽചക്രം ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഈ പൽചക്രം കറങ്ങുന്നതിനനുസരിച്ചാണ് കുത്തനെയുള്ള കയറ്റങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അത് റൊട്ടേറ്റ് ചെയ്ത് ഇതിനെ ട്രെയിന് വലിച്ചുകൊണ്ട് പോകുന്നത്. യാത്രയുടെ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.